നമസ്കാരം. രോമാഞ്ചം, ആവേശം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ ഇത്തവണ തിരക്കഥാകൃത്തിന്റെ റോളിലാണ് അദ്ദേഹം ഉള്ളത്. സംവിധായകൻ ശ്രീജിത്ത് ബാബു, പ്രധാന വേഷങ്ങളിൽ സജിൻ ഗോപുവും അനശ്വര രാജനും, നിർമ്മാണത്തിൽ ഫഹദ് ഫാസിലും ജിത്തു മാധവനൊപ്പം. മൊത്തത്തിൽ പ്രതീക്ഷ നൽകിയ ഒരു ക്രൂ തന്നെയായിരുന്നു. തിയേറ്റർ റിലീസായി വന്ന പൈങ്കിളി എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. രണ്ട് കഥാപാത്രങ്ങളുടെ ജീവിതം പാരലായി പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. സുഗു സുജിത് കുമാർ ഫേസ്ബുക്കിലൊക്കെ ക്രിഞ്ച് പരിപാടികൾ പ്രാസം ഒപ്പിച്ചൊക്കെ എഴുതുന്ന ഒരാൾ. ഒരു കടയൊക്കെ ഉണ്ട്, മുന്നോട്ടുള്ള പരിപാടികളൊക്കെ നോക്കുന്നു, സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഷീബ എന്ന പെൺകുട്ടിയെ കൂടെ ഇതേ സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വീട്ടുകാർ വിവാഹം ഉറപ്പിക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ വഴികളൊക്കെ നോക്കുന്ന ഒരു പെൺകുട്ടി. ഇവരുടെ സാഹചര്യങ്ങൾ, മുന്നോട്ടുള്ള യാത്രകളൊക്കെയായാണ് സിനിമ തുടങ്ങുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. സജിൻ ഗോപുവാണ് സുഗു എന്ന കഥാപാത്രമായി എത്തുന്നത്. ആവേശത്തിലും പൊന്മാനിലും കണ്ട കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഫിസിക്ക് തന്നെയാണ് അതിലാദ്യം പരാമർശിക്കേണ്ടുന്ന കാര്യം. ഈ കഥാപാത്രം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അയാളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സജിൻ ഗോപു അത് രസമായി തന്നെ ചെയ്തിട്ടുമുണ്ട്. പുറമേ അത് തമാശയുടെ രൂപത്തിലാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥകൾ കൂടെ പ്രേക്ഷകരിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രകടനത്തിലൂടെ സജിന് സാധിക്കുന്നുണ്ട്. എക്സെൻട്രിക് സാഹചര്യങ്ങളിലും കൺട്രോൾഡായി ചെയ്യാൻ സാധിച്ചു എന്നാണ് തോന്നിയത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനുകളൊക്കെ നോക്കുകയാണെങ്കിൽ പാളിപ്പോകാനുള്ള സാധ്യതകൾ ഉള്ളയിടത്ത് സജിൻ പ്രകടനം കൊണ്ട് സേവ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഷീബ എന്ന കഥാപാത്രം എത്തുന്നത് അനശ്വര രാജനാണ്. ചില സീനുകൾ നന്നായി ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇമോഷണൽ സീനുകൾ. പക്ഷേ ഭൂരിപക്ഷം സീനുകളിലും കുറച്ച് ഒന്ന് ഓവറായി തന്നെ ചെയ്യേണ്ടുന്ന സീനുകളാകുമ്പോഴും ഒട്ടും സ്മൂത്തായി തോന്നിയില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നു എന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. ആവേശത്തിലൂടെ നമുക്ക് പരിചിതനായ റോഷൻ ഷാനവാസ് സുഗുവിൻ്റെ സുഹൃത്തായിട്ടാണ് എത്തുന്നത്. രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി അത്യാവശ്യം കോമഡി സമ്മാനിക്കുന്നുണ്ട്. മറ്റൊരു സുഹൃത്തിൻ്റെ വേഷത്തിലെത്തുന്നത് ചന്തു സലിംകുമാറാണ്. കൺവിൻസിംഗ് ആയി എവിടെയും അനുഭവപ്പെട്ടില്ല. പലപ്പോഴും കോമഡിയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഹിൻഡ് പ്രേക്ഷകർ കൊടുത്ത് എക്സ്പ്രഷൻ ഇടുന്നത് പോലെ തോന്നി. ഈ സ്പേസിൽ മൊത്തത്തിലൊന്ന് സിങ്കായി വന്നതായി അനുഭവപ്പെട്ടില്ല. അബു സലീമാണ് സുഗുവിൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ട് എത്തുന്നത്. കുറച്ച് കോമഡികളൊക്കെ രസമായിരുന്നു. തീർത്തും പാളിപ്പോയ സീനുകൾ എന്ന രീതിയിലാണ് ക്ലൈമാക്സ് സീനുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സുഗുവിൻ്റെ അമ്മ കഥാപാത്രമായി എത്തിയ വ്യക്തിയും രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ജിസ്മ വിമലാണ് വേറൊരു കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. റിയാസ് ഖാനെ ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നൊരു രസം ആ കഥാപാത്രത്തിലുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതം തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ പശ്ചാത്തല സംഗീതവും പാട്ടുകളും പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. കിരൺ ദാസ് എഡിറ്റിംഗ് നിർവഹിച്ച ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം അർജുൻ സേതുവാണ് നിർവഹിച്ചത്. നല്ല വർക്ക് തന്നെയായിട്ടാണ് അനുഭവപ്പെട്ടത്. സിനിമയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി കഴിയുമ്പോഴേക്കും എങ്ങനെയാകും കഥ പറച്ചിൽ സ്റ്റൈൽ എന്നതിൽ സംവിധായകൻ വ്യക്തമായ സൂചന പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. കുറച്ച് ഓവറായി പെരുമാറുന്ന കഥാപാത്രങ്ങൾ എന്നത് തന്നെയാണ് അതിൽ പ്രധാനം. അങ്ങനെ ഒരു സ്പേസിൽ ആ മീറ്റർ സെറ്റ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സജിൻ ഗോപു പലപ്പോഴും ഒറ്റയ്ക്ക് തന്നെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് കാര്യമായ സപ്പോർട്ട് നൽകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിരുന്നു, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ. ഓരോ എപ്പിസോഡുകളായി തമാശ തന്നെയാണ് പ്രധാനമായും കൊണ്ടുവരുന്നത്. ചിലയിടങ്ങളിൽ നല്ല ചിരി തന്നെ സമ്മാനിക്കുന്നുണ്ട്. മുന്നേ ഇറങ്ങിയ സിനിമ റെഫറൻസ് വെച്ചുള്ള പരിപാടികൾ, മോണോ ആക്ട് പരിപാടിയൊക്കെ നല്ല ചിരി സമ്മാനിച്ചവയാണ്. തുടക്കത്തിൽ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോകെ പോകെ ആ ഒരു ഇൻട്രസ്റ്റ് നിലനിർത്താൻ സിനിമയ്ക്ക് കാര്യമായി സാധിക്കുന്നില്ല. പലയിടത്തും കോമഡികൾ ഇങ്ങനെ തിരികെ കയറ്റിയതുപോലെയും അനുഭവപ്പെട്ടു. പിന്നെ ഒരു സമയത്ത് റെലവൻ്റ് ആണെന്ന് തോന്നുന്ന സംഭവങ്ങളെ അടുത്ത ഘട്ടത്തിൽ പാടെ അവഗണിക്കുന്ന അവസ്ഥ കൂടെയാണ്. അവസാനമൊക്കെ ആയപ്പോൾ ആകെ ബഹളമയം, അതിൽ കോമഡി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിലേക്ക് മാത്രമായതുപോലെയും തോന്നി. ഓവറോൾ ചിരി സമ്മാനിക്കുന്ന പരിപാടികളൊക്കെ പൈങ്കിളി എന്ന സിനിമയിലുണ്ട്. പക്ഷേ അത് ഓരോ ഘട്ടം കഴിയും തോറും കുറഞ്ഞു വരികയാണെന്ന് തോന്നി. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയായി ആ മീറ്റർ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉടനീളം ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് പ്രധാന പ്രശ്നമായിട്ട് തോന്നിയതും. ഒരു ആവറേജ് അനുഭവമാണ് എന്നെ സംബന്ധിച്ച് പൈങ്കിളി എന്ന സിനിമ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.